കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാ ഇപ്പോൾ വരുന്ന വിവരം ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി ഇടുക്കിയിലും കസ്റ്റംസിന്റെ പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയായ ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസറാണ് പിടിച്ചെടുത്തത്. ജെയിനസ് രാജു ആയിരിക്കും ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. ജെയിൻ, എങ്ങനെയാണ് പരിശോധന പോകുന്നത്? പൂജ, ഇപ്പോൾ ഈ വാഹനമുള്ളത് അടിമാലിയിലെ ഒരു ഗ്യാരേജിലാണ്. അവിടെ ചില വർക്ക്ഷോപ്പ് ജോലികൾക്ക് വേണ്ടിയിട്ടാണ് വാഹനം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഉടമ ശില്പയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ വാഹനം ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്? ഞാൻ മേടിച്ചത് മലപ്പുറത്ത് യൂനസ് ഗസൽ എന്ന് പറയുന്ന ആളുടെ നിന്നാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 years ആയി. അവരുടെ ഇരുന്നിട്ട് 2 years ആയി. പിന്നെ അതിൻ്റെ പ്രീവിയസ് ഓണറിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം. അപ്പോൾ ഇത്രയും വർഷമായിട്ടുള്ള ഒരു വണ്ടി, അതായത് ഒരു 10 years ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഓടുന്ന ഒരു വണ്ടിയുടെ അതിൻ്റെയും പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ വണ്ടി കടത്ത് ചെയ്തു എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അന്വേഷിക്കേണ്ട ഒരു മാക്സിമം ലെവൽ വരെ കർണാടകയിൽ നിന്നുള്ള NOC ഉണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത. പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളൊരു വണ്ടി വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ശരിക്കും ഗവൺമെന്റിന്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വാങ്ങുമ്പോൾ കേരള രജിസ്ട്രേഷൻ ആയിരുന്നു. വാങ്ങുമ്പോൾ KL 55 രജിസ്റ്റേർഡ് ആണ്. അതിന് മുമ്പേ KA രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ആ KA രജിസ്ട്രേഷനിലുള്ളതിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്, NOC ഉണ്ട്, RC ബുക്കും ഉണ്ട്. അപ്പോൾ പിന്നെ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. എത്ര രൂപ ചെലവ് വന്നു ഈ വാഹനം മേടിക്കാൻ? പിന്നെ വാഹനം മേടിക്കാൻ 15 lakhs ആണ്. പിന്നെ അതിന്റെ ബാക്കി എക്സ്പെൻസ്, ഇതിന്റെ സാധനങ്ങൾ, അതായത് മെക്കാനിക്കൽ പാർട്സ് ഒന്നും നമ്മളുടെ ഇന്ത്യയിൽ കിട്ടുന്നതല്ല. അപ്പോൾ എല്ലാം ദുബായിൽ നിന്നാണ് സോഴ്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 5 lakhsോളം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. ഇതിപ്പോൾ A to Z റീസ്റ്റോറേഷന് വേണ്ടിയാണ് നമ്മളെ ഗാരേജിലോട്ട് 68 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കസ്റ്റംസ് എന്താ പറയുന്നത്, വണ്ടി പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. പറഞ്ഞത് ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ. ബിക്കോസ് നമുക്ക് നമ്മളിത് 5th ഓണറാണ്. 4th ഓണറിന്റെ ഡീറ്റെയിൽ ഉണ്ട്, 3rd ഓണറിന്റെ ഉണ്ട്. അതിന്റെ പ്രീവിയസ് എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇടുക്കിയിൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് പരിശോധന നടന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശില്പ സുരേന്ദ്രന്റെ കാറാണ് പിടിച്ചെടുത്തത്. ശില്പയാണ് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ പരിശോധന വ്യാപിക്കുകയാണ്. ഉറപ്പായിട്ടും ഓരോ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രത്തോളം വലിയൊരു തട്ടിപ്പ് കൂടിയാണിത്.